Okay, 3, 4, 5, 6, 7, 8, 9. Okay. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡിയാണ്. നമുക്ക് മസാല ഇടാം. മസാല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുള്ളി നന്നായിട്ട് ചതച്ചെടുക്കാം. ബോളിലേക്ക് ഇടാം. കുറച്ച് ഫിഷ് മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ കാശ്മീരി ചില്ലി. സ്പൈസ് നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ കുരുമുളക് പൊടി, നമ്മുടെ നാരങ്ങ ജ്യൂസ്. പുളി നമുക്ക് കയറ്റിയിടാം, ഫിഷല്ലേ, ഇച്ചിരി കയറ്റിയിടാം. ലൈം ഉപയോഗിക്കാം, ഞാൻ ലെമണാണ് ഉപയോഗിക്കുന്നത്. ലൈമാകുമ്പോൾ കുറച്ച് മതി. ദെൻ നമ്മുടെ വെളിച്ചെണ്ണ, ഉപ്പിട്ടില്ലല്ലേ, വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കാം നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ്, സാധനം കുറച്ച് കറിവേപ്പില, നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഫിഷിലേക്ക് ആഡ് ചെയ്യാം. ഫിഷ് നല്ലപോലെ പരട്ടാം. അതിൻ്റെ ഫിഷിൻ്റെ എല്ലാം ആ ഗ്യാപ്പിലെല്ലാം നന്നായിട്ട് പരട്ടണം. നല്ലപോലെ വരഞ്ഞിട്ടുണ്ട്. സോ നല്ല മസാല ഇട്ട് ഇറങ്ങുള്ളൂ അങ്ങോട്ട്. അതുപോലെ അപ്പുറത്തെ വശവും നല്ലപോലെ കുറച്ച് ഒക്കെ അതിൻ്റെ ഉള്ളിലും തേച്ച് കൊടുക്കണം. രണ്ട് പ്രാവശ്യം നമുക്ക് മറിച്ച് ഇട്ട് തേച്ച് കൊടുക്കാം. പക്ഷെ എന്നാലും ശരിക്കും നമുക്ക് അകത്തേക്ക് അത് പിടിക്കുള്ളൂ മസാല. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. സോ ഫിഷ് ഞാൻ ഇപ്പോൾ തന്നെ ആ ട്രേയിലേക്ക് സെറ്റ് വെക്കണം. നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒന്നിൽ ഫിഷ് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ വാഴയിലേക്ക് ഇട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെക്കാം. ഞാൻ ഏതായാലും ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. സോ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നേരെ ഓയിലേക്ക് വെച്ചാൽ മതിയല്ലോ. അത് നമ്മൾ കുറച്ച് ഫോയിൽ താഴെ സെറ്റ് ചെയ്യുന്നുണ്ട്, കരിഞ്ഞു പൊട്ടിക്കാനൊക്കെ ആയിട്ട്. ഫോയിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബനാന ലീഫ് എന്തായിട്ട് കട്ട് ചെയ്യണ്ടേ. ഞാൻ ചെറുത് വാട്ടിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഒടിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യുമ്പോൾ അത് ഒടിഞ്ഞു പോകും. തിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള മസാലയും കൂടി നമുക്കത് മുകളിലേക്ക് തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ റൈസിലേക്ക് കൊടുക്കണം മുകളിൽ. ദെൻ നമുക്ക് ഫോൾഡ് ചെയ്യാം. വെക്കാം. അപ്പം തുറന്നു പോകില്ല. വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടി ഫോയിലും ഇടാം. നമുക്കൊന്നും കൂടി ഹെൽപ്പ് ആവാൻ വേണ്ടി ഞാൻ ഒരു റൗണ്ടും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ കവറാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഓവനിലിട്ട് ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു.
നമ്മുടെ ഓവനും ചൂടായിട്ടുണ്ട്. സോ നമുക്ക് ഫിഷ് അങ്ങോട്ട് അകത്തേക്കിടാം. ഇടയ്ക്കെടുത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഫിഷ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ